ഇല്ലാതെ പോകരുത്. അതെപ്പോഴാ വരിക അറിയാം? കല്യാണം കഴിച്ചാൽ. കല്യാണം കഴിക്കുമ്പോൾ ഉമ്മാനോടുള്ള സ്നേഹവും ഉമ്മാനോടുള്ള കടപ്പാടും ഒക്കെ ആലോചിച്ച് സ്വന്തം ഭാര്യക്ക് നീതി കൊടുക്കാതിരുന്നാൽ അപ്പോഴും പോണ്ടി വരും നരകത്തിൽ. അത് എന്നോട് മാത്രം പറയല്ല, എല്ലാവരോടും പറയണം. ഭാര്യക്കുള്ള നീതി നീതിയായി കാണണം, ഉമ്മാനോടുള്ള കൃപ കൃപയായി വെക്കണം. ഉമ്മയും ഭാര്യയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ നീ എടുക്കേണ്ട തീരുമാനം എങ്ങനെയായിരിക്കണം? ഉമ്മാക്ക് കൊടുക്കേണ്ടത് ഉമ്മാക്ക് കൊടുക്കുക. അതോടൊപ്പം അത് പ്രൊട്ടക്ട് ചെയ്ത് അവിടെ നിർത്തിയിട്ട് ഭാര്യക്ക് കൊടുക്കേണ്ട നീതി കുടുംബത്തിന് വാങ്ങിക്കൊടുക്കുക. അത് കൊടുത്തില്ലെങ്കിൽ അതിന്റെ ജീവിതം സോഹ. അപ്പോ നിനക്ക് സോഹ ആവില്ല, ഓക്ക് സോഹയാവും കേട്ടോ. അപ്പോ ഇസ്ലാമിന്റെ നിയമതാണ് മാതാപിതാക്കളോടുള്ള വാത്സല്യം. അതിനുവേണ്ടി ഭാര്യക്ക് കിട്ടേണ്ട നീതി കൊടുക്കാതെ ഉമ്മാനും ബാപ്പാനും ഷെൽട്ടറിൽ നിർത്തലാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് പഠിച്ചോനും തെറ്റി. ഭാര്യക്ക് വേണ്ടി ഉമ്മാനും ബാപ്പാനും പുറത്തേക്ക് അങ്ങോട്ട് മാറ്റി നിർത്തിയവർക്കും തെറ്റി. ഇപ്പൊ എവിടെ ഇസ്ലാമുള്ളത്? ഭാര്യക്ക് വേണ്ടി ഇപ്പം ഭർത്താവ് കല്യാണം കഴിഞ്ഞ് ഭർത്താവൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരല്പം സമയത്തേക്കെങ്കിലും നമ്മളെ പെണ്ണുങ്ങൾക്ക് ഉമ്മയും ബാപ്പയും പുറത്തേക്കായി പോകും. തുറന്ന ഭാഷയിൽ പറയണം. കല്യാണം കഴിഞ്ഞ ഉടനെ അയാളെ പഠിക്കുന്നതിന് മുമ്പ് ഉള്ളത് തുറന്നു വേണം ഉണ്ടാവും. പഠിച്ചു കഴിഞ്ഞാലോ പഠിക്കുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? ഭർത്താവിനെ പറ്റി പഠിക്കുമ്പോൾ എന്തുണ്ടാവും? മാതാപിതാക്കളുടെ സ്നേഹം കൊണ്ട് തിരിച്ചു വരും. അങ്ങനെ തോന്നുന്നുണ്ടോ? ഓന്ന് തന്നെ പറഞ്ഞൂടെ? ഉണ്ടെങ്കിൽ ഉണ്ട് പിന്നോട്. ഈ ക്ലാസിന്റെ പ്രത്യേകത ആ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് നമുക്ക് ബാപ്പാനോട് ചോദിക്കാം. എന്താ പറഞ്ഞു ബാപ്പ? നമ്മളെ ക്ലാസിന്റെ പ്രത്യേകത ശരിയാണ്. മോക്ക് മനസ്സിലായി എന്ത് പറയുന്നു? എന്റെ അഭിപ്രായം സ്ഥലം ഓ ശരിയാണ്, മക്കൾക്ക് മനസ്സിലാവും. ഭർത്താവിനെ കിട്ടിയ ഉടനെ എല്ലാം ഭർത്താവാന്ന് തോന്നും അല്ലേ? പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ഭർത്താവിന്റെ യഥോചിത സ്വഭാവം മനസ്സിലായത് അല്ലേ? അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയോ? അപ്പൊ അവര് മാറും. അവര് കുറേ തെറ്റുകൾ പറ്റിയിട്ടാണല്ലോ നമ്മൾ നടക്കാൻ പഠിച്ചത് അല്ലെ? ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് നടക്കാൻ പഠിക്കുന്നതിന് മുമ്പ്. പക്ഷെ ആ വീഴ്ച ചിലപ്പോൾ വലിയ മർമ്മത്ത് പോയിട്ട് കുണ്ടിലേക്കൊക്കെ വീണോലും ഉണ്ട് അല്ലെ? നടക്കാൻ പഠിക്കുമ്പം നടന്ന് പോകുമ്പോൾ ചിലപ്പോൾ കിണറ്റിൽ പോകും. അത് പിന്നെ ഏതായാലും ഇങ്ങോട്ടില്ല ഉണ്ടോ? അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നീ പറഞ്ഞ വാചകം തെറ്റാണ്, തിരുത്തണം. ഉമ്മാനോടാണ് നിനക്ക് ആദ്യം വേണ്ടത്. വിവാഹം കഴിയുമ്പോഴാണ് അതിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടാകാൻ പഠിക്കേണ്ടത്. ഉമ്മാനോടുള്ള കാരുണ്യത്താൽ ഭാര്യക്ക് കൊടുക്കേണ്ട നീതി നിഷേധിച്ചാൽ പടച്ച തമ്പുരാൻ പറഞ്ഞത് നിന്നെ ഉമ്മ ചിലപ്പോൾ എനിക്ക് മാപ്പ് തരും. നിന്റെ മോൻ നീ പടച്ചോനെ മാപ്പ് കൊടുക്കണേ. ആ ഭാര്യ പ്രാർത്ഥിക്കൂല എനിക്ക്, കാരണം ആ ഭാര്യ അന്നെ പെറ്റിട്ടില്ല. അതുകൊണ്ട് പഠിച്ചോ. ഉമ്മ മക്കളും ഉമ്മാക്ക് തന്നോളാം. അതെ, ഉമ്മ മക്കൾക്ക് മാപ്പ് കൊടുക്കും. അതേ രൂപത്തിൽ മക്കൾ തിരിച്ച് ഇങ്ങോട്ട് തരും. എന്റെ മൊത്തം കുട്ടിക്ക് എത്രയായി? 18 വയസ്സായി. ആണോ? നമ്മൾ പറയുന്ന എല്ലാ കാര്യവും അതേപടി എടുക്കുമോ? ചിലതൊക്കെ എടുക്കുള്ളൂ. അപ്പൊ കൂടുതൽ എടുക്കാത്ത ആൾക്കാർ അപ്പൊ വേദന ഉണ്ടാവും. അങ്ങനെ മക്കളുടെ ഹൃദയം കല്ലും മാതാപിതാക്കളുടെ ഹൃദയം പഞ്ഞിയുമാണ് കേട്ടോ. കാണിക്കൂല മാതാപിതാക്കളുടെ പഞ്ഞാണ് മാതാപിതാക്കൾ കേട്ടോ. പിന്നെ പുറത്തുള്ളവരുടെ സ്നേഹം നിങ്ങൾ സ്നേഹമായി കാണണ്ട. ഔട്ട്സൈഡിലുള്ള ആൾക്കാരിപ്പോ നിങ്ങളൊരു കുട്ടിനൊരു ഔട്ട്സൈഡിലുള്ള ഒരാൾ കണ്ട മൂക്ക് മിഠായി വേണോ എന്ന് ചോദിക്കും. വേറെ തന്നെ മോളെ കണ്ടപ്പോ സ്വന്തം മോള് വന്നിട്ട് ഒരു മിഠായി എഴുതി തരാ അതൊക്കെ അങ്ങനെ കണ്ടിട്ടില്ല. പോലീസുകാരുടെ ഭാര്യയാണല്ലോ. ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴൊന്നും കാണാതെ വളർന്നതായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വല്ലാത്ത സാധനമാണ് മോളെ. എന്റെ കൂടെ ഒക്കെ ജീവിച്ചു തീർക്കണ പണി ഒമ്പാടുണ്ട്. ദൂരദർശന്റെ ആളെ ദൂരദർശന്റെ ശരിയാണ്. നമ്മളെ സ്വന്തത്തോടെല്ലാം ഇഷ്ടം, മറ്റുള്ളവരെ മക്കളെ വല്ലാതെ സ്നേഹിച്ച് ആളാവാൻ ശ്രമിക്കും. ഒരുപാട് കാണുന്നുണ്ട്. അല്ല, ചിലർക്ക് ദൂരദർശനെ കൊണ്ട് വളരെ ദൂരത്തെ കാണുകയാണ്.
അപ്പൊ വിഷയം നമുക്ക് മനസ്സിലായി. ദൂരദർശന്റെ ഭാര്യയാണ് ഈ ഇരിക്കുന്ന ആര് ഹെഡ് നേഴ്സ്. അപ്പോ ഒരാൾ ദൂരത്തിരുന്ന് കാണുന്നു, ഒരാൾ അടുത്തിരുന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് കാണുന്നു. രണ്ടു കൂട്ടരും ഒരേ കാഴ്ചപ്പാടിലാണ്. അപ്പൊ നോക്കാം, വിഷയം പഠിക്കുക, മനസ്സിലാക്കുക നമ്മൾ, അല്ലെ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? പാനോടും മാനോടും ഒക്കെ സ്നേഹം മാറിയെടുക്കണം കേട്ടോ മോനെ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ മനസ്സെന്താകുക? വളരെ പൂ പോലെ സ്പന്ദമായ ഹൃദയത്തിന്റെ ഉടമസ്ഥന്മാരാവും കേട്ടോ. ഒരിക്കലും ക്രോധം കാണിക്കരുത് കേട്ടോ. ഇനി ഞാനൊരു നിർദ്ദേശം കൂടി ഞങ്ങൾക്ക് തരാം ഈ സന്ദർഭത്തിൽ. ഒരു ഭാര്യയെയും ചൊറിഞ്ഞു പോലും സംസാരിക്കരുത്. ലാ യഫ്റുഖ് മുഅ്മിനുൻ മുഅ്മിനത്തൻ. ഭാര്യയെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു പദം കൊണ്ട് പോലും ഭർത്താക്കന്മാർ ഭാര്യമാരെന്താക്കാൻ പാടില്ല, ചൊറിയാൻ പാടില്ല. ഭർത്താവ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് സംസാരിക്കുന്ന ഭർത്താവാണ് നിങ്ങൾക്ക് ഇഷ്ടം. നിങ്ങളുണ്ടായില്ല, ഞാൻ നിങ്ങളുടെല്ലോ പറഞ്ഞത്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്നോട് പറയാനുള്ളത് ബൈക്കെട്ടി തീരെയും പറയാൻ എനിക്കറിയാലോ. അതൊന്നും നിങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല, നമുക്കറിയാം. അപ്പൊ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾ ആരോടാ പറയാറിയോ? നിങ്ങളമ്മാനോട് മെല്ലെ പറയും. അവിടെ അമ്മ പരിസ്ഥിതി അല്ലെ, അങ്ങനെ പറയും. അത് വേറെ ആയിട്ട് പറയും വേണ്ട, ബാക്കി അള്ളാനോട് പറഞ്ഞേക്കും. അപ്പോ ലാ യഫ്റുഖ് മുഅ്മിനുൻ മുഅ്മിനത്തൻ. ഇനി അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലോകത്ത് ഏതെങ്കിലും ഒരു നിർദ്ദേശങ്ങളിൽ ഇങ്ങനെ കാണാൻ കഴിയില്ല. എന്താ പറഞ്ഞറിയോ? റിഫ്ഖൻ ലിൽ ഖവാലി. റിഫ്ഖൻ, സൗമ്യമായി പെരുമാറണം ഭാര്യമാരോട്. എന്താണ് സാധനം? പെണ്ണ് പറഞ്ഞാൽ അൽ ഖവാലീർ, സ്ഫടികമാണത്. ആ സ്ഫടികത്തോട് സമീപിക്കേണ്ട രൂപത്തിലെ ഭാര്യയെ സമീപിക്കാൻ പാടുള്ളൂ. ഇത് പഠിച്ച എത്ര ഭർത്താക്കന്മാർ നമ്മളെ കൂടെ ഉണ്ടാവും? സ്ഫടികത്തോട് ആണ് ഇവരെ ഉപമിച്ചത് ഇസ്ലാം. പക്ഷേ നമ്മൾ ഇവരോട് പെരുമാറുന്നത് കണ്ടാൽ ഇതൊന്നും പഠിച്ച ആളുകളല്ല നമ്മളെ മുസ്ലിങ്ങൾ എന്ന് പെട്ടെന്ന് ബോധ്യപ്പെടും. അല്ലേ? വീട്ടിൽ നിനക്ക് ബോധ്യപ്പെടില്ലേ? പാപ്പാനോടുള്ള പെരുമാറ്റം കാണുമ്പോൾ സ്ഫടികത്തോട് പെരുമാറപ്പോഴാണ്. അല്ലല്ല, പിന്നെ എന്തിനോട് പെരുമാറപ്പോഴാണ്? തിരുമ്പട കല്ലിനോട്. അപ്പോ ഞാൻ ഈ പറയുന്നത്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോട് കാണുമ്പോൾ അവരെ തന്നെ മോചനമൂല്യം നൽകി രക്ഷപ്പെടാനുള്ള മാർഗം ആഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ട്. അതാണ് അത് പറഞ്ഞിട്ടാണ് അള്ളാഹു പറഞ്ഞത്, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി. മോചനമൂല്യം നൽകി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, അല്ലെ, എന്തിൽ നിന്ന്? മിൻ അദാബി യൗമൈദിൻ, അന്നേ ദിവസത്തെ ശിക്ഷയിൽ നിന്ന്. അദാബുൻ, ശിക്ഷ. യൗമഇദിൻ, അന്നേ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് മോചനമൂല്യം മക്കളെ കൊടുത്ത് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, അല്ലെ, മോചനമൂല്യം നൽകി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, മിൻ അദാബി യൗമൈദിൻ, അന്നേ ദിവസത്തെ ശിക്ഷയിൽ നിന്ന്. ആരെ മോചനമൂല്യം നൽകി? ബിബനീഹി, പിന്നാരെ? വസ്വാഹിബതിഹി, സാഹിബത്തുൻ, സഹധർമ്മിണി. നിങ്ങൾ അവിടെയും ആലോചിക്കേണ്ടത്, ഈ ഭർത്താവ് ആഗ്രഹിക്കുന്നത് ആരെ കൊടുത്താലാണ്? ഓളങ്ങോട്ട് നരകത്ത് കിട്ടോ, എന്റെ മോനും പിടിച്ചിട്ടോ, മക്കളെ പോയി വിട്ടോളി, സഹധർമ്മിണിയെയും വിട്ടോളൂ. നിനക്ക് വേണം സഹധർമ്മിണിയെയും നരകത്തിലേക്ക് ഇട്ടോളൂ. എങ്ങനെ സ്ത്രീകളെങ്ങനെ ഉദ്ദേശിക്കുന്നില്ല ആ സമയത്ത്? സ്ത്രീകളെങ്ങനെ ഉദ്ദേശിക്കുക രക്ഷപ്പെടാനുള്ള മാർഗം പറയാം, ഞാൻ പറയുന്നല്ലോ. സ്ത്രീകൾ പലപ്പോഴും നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഇപ്പൊ തന്നെ മനസ്സിലായില്ല, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ഓല കാര്യം ചോദിച്ചോ? നിങ്ങളല്ലാത്ത സ്ത്രീകൾ എന്താക്കുന്നു? സ്ത്രീകൾ വരെ ചോദിച്ചില്ലല്ലോ. ഉണ്ടോ? ഒരു കുട്ടി ചോദിച്ചില്ല. കാരണം അതാണ് ഒരു വളരെ വൈകി ഉദിക്കുന്ന സാധനം. നമ്മള് ഇലക്ട്രോണിക് ഷോക്കാണ്, ഇവരോ പഴയ ട്യൂബാണ്. അത് കത്താൻ കുറച്ച് താമസം.
ഈ സഹധർമ്മിണി പറഞ്ഞ സഹജീവി, നമ്മളെ കൂടെ ജീവിച്ച മക്കളെ കൊടുത്താൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഭർത്താവിനെ കൊണ്ട് പറയാൻ കാരണം ആദ്യത്തെ ആഗ്രഹം ഭർത്താവാണ് പ്രകടിപ്പിക്കുക. രണ്ടാമത് അവരും ആഗ്രഹിക്കുന്നുണ്ട് മക്കളെ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. അത് കഴിഞ്ഞാൽ നിങ്ങളിത് ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോൾ ഒരു ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കൊടുത്താൽ കഴിച്ചിലാവുമെന്ന്. അത് അങ്ങനെ അതിന്റെ റിഫ്ലക്ഷനാണ്, ഒന്നിന്റെ റിഫ്ലക്ഷനാണ്. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാണ്ട് ഇന്നെങ്കിലും നിങ്ങളെ ഭർത്താവിന് ഒരു തെറ്റും ചെയ്യാണ്ട് നിങ്ങളെ ഭർത്താവിനോട് നിങ്ങളൊരു വർത്തമാനം ഉണ്ടാക്കും. ഇങ്ങോട്ട് വല്ലാണ്ട് കാര്യം പറയുമ്പോ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങളിപ്പോ സമ്മതിക്കുകയാണോ അതോ അത് നിങ്ങൾക്ക് ഇറങ്ങുന്നുണ്ടാവില്ല വിചാരിച്ചിട്ട് പറയാം. അതൊന്നല്ല, ചിലപ്പോ ദേഷ്യം പിടിക്കും അല്ലെ? ദേഷ്യം പിടിച്ച് കുറെ വർത്തമാനം പറഞ്ഞാൽ അത് അങ്ങ് കഴിയും അല്ലെ? അത് കഴിയുന്നില്ലെങ്കിലോ കയ്യിൽ മുണ്ടാണ്ടക്കും. അപ്പൊ അതൊരു വലിയ ശിക്ഷ. ലോകത്തെ ഏറ്റവും വലിയ ശിക്ഷ അമിതമായി സംസാരിക്കലും ശിക്ഷയാണ്, തീരെ സംസാരിക്കാണ്ടക്കലും ശിക്ഷയാണ്. അപ്പൊ നമ്മളോടക്കണം രണ്ടിന്റെയും മധ്യം അല്ലെ? ആവശ്യത്തിന് സംസാരിക്കണം. ഭാര്യയുമായിട്ട് ഒരിക്കലും നിങ്ങൾ റിസർവ് ടൈപ്പ് ആകും. ഭാര്യനോട് കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കണം. അതില്ലാത്ത കുടുംബജീവിതം ഏറ്റവും കൂടുതൽ ക്ലേശകരമായി ആണ്. LIC ആണ്. ഭർത്താവ് ഒന്നും പറയുന്നില്ല, എന്ത് ചോദിച്ചാലും കാ അങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കണേ എങ്ങനെ ഉണ്ടാവും? ബുദ്ധിമുട്ടായിരിക്കും. അതിൽ നല്ല ജയിലിൽ പോകാൻ എന്താ ടെലികമ്മ്യൂണിക്കേഷൻ എല്ലാ സാധനവും ഇവിടെ വല്ലാത്ത അവസ്ഥയാണ്. വല്ലാത്ത ഭാര്യ കൊണ്ടില്ലേ നടക്കണം, ഭാര്യ നമ്മളോട് നടക്കണം, ചിലപ്പം നടക്കും. അപ്പൊ നിങ്ങൾ പ്രയാസം ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുണ്ടാകും, അപ്പോ പ്രയാസം ഉണ്ടാവും. അത് ഉണ്ടാക്കിയ പ്രയാസം ഉണ്ടായിക്കൊണ്ടെങ്കിൽ ഉണ്ടാക്കുക. അല്ല അതങ്ങനെ ആയിപ്പോകും. അങ്ങനെ ആയിപ്പോവുക. മെഡിക്കൽ കോളേജ് ഹെഡ് നേഴ്സാണ്. എന്താണ് ശരിയാണ്, ശരിയാണ്. നിങ്ങൾ കുറെ ഉണ്ടാക്കാം. അത് അവൾക്ക് പണിഷ്മെന്റ് ആണോ? ആ പണിഷ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ മുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണിഷ്മെന്റ് ഉണ്ടാകുന്നത് ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രയാസം തോന്നാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും നല്ലത് തോന്നുന്നത്? ഇസ്ലാം പറഞ്ഞത് അമിതമായി സംസാരിക്കാതിരിക്കുക, അമിതമായി സംസാരിക്കുക, ഒന്നും പങ്കുവെക്കാതിരിക്കുന്നതും കുറ്റകരം, പിന്നെ അമിതമായി പങ്കുവെക്കലും വഖഫുന്റെ അഭിപ്രായം എന്താണ്? പറഞ്ഞതൊക്കെ ഏകദേശം ജീവിതത്തിൽ അത്രത്തില്ലെങ്കിൽ കുറെയൊക്കെ വളരെ സാമ്യമായിട്ട് വരുന്നത്. അങ്ങനെ തന്നെ അങ്ങനെയല്ലെങ്കിൽ ജീവിതം കട്ടപ്പുകയായി പോകും. അപ്പൊ മൂപ്പത് കട്ടമിൽ പോകണ്ട. അതുകൊണ്ട് നമുക്ക് ആ പുക തുടച്ചെടുക്കേണ്ടതുണ്ട്. ഇസ്ലാമാവുന്ന ദീനുമുണ്ട് അല്ലെ? അങ്ങനല്ലേ വേണ്ടത്? പല തരം ആളുകളുടെ ജീവിതമാണ് ഇപ്പൊ നമ്മൾ അന്വേഷിച്ചത്. നമുക്ക് നോക്കാം. ഓരോരുത്തരും അവരുടെ ലോ യഫ്തദി മോചനമൂല്യം നൽകി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ആരെ? ലോ യഫ്തദി അവൻ മോചനമൂല്യം നൽകി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എപ്പോൾ? മിൻ അദാബി യൗമൈദിൻ അന്നേ ദിവസത്തെ ശിക്ഷയിൽ നിന്ന്. ആരെ? ബിബനീഹി തന്റെ മക്കളെ, വസാഹിബത്തിഹി തന്റെ സഹധർമ്മിണിയെ, വഅഖീഹി തന്റെ സഹോദരനെ. അഹുൻ അറിയാം, എന്നാലും ഞാൻ ഇവിടെ എഴുതുന്നതാണ്. ഇതിന് ഫസ്റ്റ് ഇയറും ഉണ്ടല്ലോ വെച്ചിട്ടാ. ഓൾക്ക് എത്ര വട്ടം സഹോദരൻ തന്നെ കണ്ടാലും തിരിയില്ല. ഫസ്റ്റ് ഇയർ അല്ലേ? അപ്പൊ എന്താ പറഞ്ഞത്? തന്റെ മക്കളെ, തന്റെ സഹധർമ്മിണിയെ, തന്റെ സഹോദരനെ. അത് സഹോദരന് കൊടുക്കുന്ന ആരാണ്? സ്വന്തം മനുഷ്യനാവാം, ആങ്ങളെ. ഭാര്യ കൊടുക്കുമ്പോ ഭാര്യക്ക് എപ്പോഴാണ് ആങ്ങളാരോട് സ്നേഹം വരുന്ന ടൈം? ഒരു ഭാര്യക്ക് തന്റെ സഹോദരനോട് ഏറ്റവും സ്നേഹക്കൂടുതൽ വരുന്ന ടൈം വീട്ടിൽ പ്രശ്നം ഉണ്ടാവുമ്പോഴാണ് വലിയ ബോധമില്ല അല്ലെ? പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കാക്കണമെന്ന് പറയും, പോകണാൽ പോകട്ടും. അങ്ങനെ കാക്കനെ വലിയ ഇഷ്ടപ്പെടുന്ന കാലാണ് പെമ്മക്കൾക്ക് കാക്കനോട് കരഞ്ഞു പറയാൻ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ. അല്ലെങ്കിൽ വല്ലാണ്ടൊന്നും പെങ്ങന്മാർക്ക് ആങ്ങളാരോട് ഇഷ്ടം തോന്നാറില്ല എന്നതൊരു വസ്തുതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ ശരിയാണ്. ശരിയാണ്. നിങ്ങൾക്ക് പെങ്ങന്മാർക്ക് ഉണ്ട്. എപ്പോഴാണ് നിങ്ങളവർക്ക് പണം തോന്നാറുള്ളത്?
വളരെ പല ആവശ്യത്തിന് നമ്മൾ വേണ്ടി നമ്മളെ വിളിക്കും. അപ്പൊ നമ്മൾ വാങ്ങി നിങ്ങൾ അഥവാ വിളിച്ച് ചെന്നില്ലെങ്കിലോ അവർക്ക് വിഷമമുണ്ടാവും, അവർക്ക് വിഷമം ഉണ്ടാവുള്ളൂ. പിന്നെ അതുകൊണ്ട് എന്താവും? പിന്നെ പ്രയാസങ്ങളുണ്ടാവും. പ്രയാസങ്ങളുണ്ടാവും. അതിന്റെ മുകളിൽ പ്രയാസത്തിന്മേൽ പ്രയാസവുമായി ആ കുടുംബം കരഞ്ഞ് ഒരു കഥ എഴുതാൻ പോവും അല്ലെ എന്നുള്ളത്. ആ കുടുംബം ഒരു കഥയിലേക്ക് നീങ്ങും അല്ലേ. ഒരു മരക്കച്ചവടക്കാരനാണ്, അതുകൊണ്ടായിരുന്നു. അപ്പൊ മരക്കച്ചവടക്കാർക്ക് ഈ വെള്ളത്തിൽ പൊതിക്കുന്ന മരമാണല്ലോ. എത്ര വെയിറ്റ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് താഴുന്നില്ല പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലായാലും കേട്ടോ. വലിയ വലിയ മരങ്ങളൊക്കെ പുഴയെ കൊണ്ടിട്ടും എന്തുകൊണ്ട് ഇത് താവുന്നില്ല? ഒരു കല്ലിട്ടപ്പോൾ താവുന്നല്ലോ, ചെറുതിടുമ്പോൾ താവുന്നു, മരമിട്ടപ്പോൾ താവുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് മരക്കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതോ പോവാം. നമുക്ക് പിള്ളേർ കാര്യം സാഹിബത്തി കഴിഞ്ഞു, ബനീഹി കഴിഞ്ഞു, വാഹിഹി സഹോദരൻ കഴിഞ്ഞു, പിന്നെ ഫസീലത്തിഹി, ഫസീലത്ത് അതാണ് ഫസീലത്ത്, കുടുംബാംഗങ്ങൾ. കുടുംബാംഗങ്ങൾ അതിൽ ആദ്യം മാതാവ്, പിന്നെ ഉപ്പ, അങ്ങനെ പോകുന്നതല്ല. ആ കുടുംബാംഗങ്ങളൊക്കെ അതിട്ട് കൊടുത്തേക്കാം. ഉമ്മനും ബാപ്പനും വലിച്ചേരിട്ട മോൻ രക്ഷപ്പെടാൻ, ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ മാതാപിതാക്കളെപ്പോലും, അതാണ് ഫസീലത്ത്, മാതാപിതാക്കളെപ്പോലും പ്രായശ്ചിത്തമായി സ്വീകരിക്കുകയും ഞാൻ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ദിവസം കേട്ടാ. എങ്ങനെ പറഞ്ഞ് മാതാപിതാക്കളെപ്പോലും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രായശ്ചിത്തം കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ അതിനാഗ്രഹിക്കുന്ന ദിവസമാണ് ഇത് പറഞ്ഞു കേട്ടോ. പിന്നെ എങ്ങനത്തെ കുടുംബാംഗങ്ങൾ അറിയോ? കുടുംബാംഗങ്ങൾ പല തരമുണ്ട്. അല്ലത്തി തുവീഹി, അവന് അഭയം നൽകിയ, അഭയം നൽകി, അവന് അഭയം നൽകിയ, അഭയം നൽകിയ കുടുംബാംഗങ്ങൾ. ഓലകൾ അഭയം തരാത്തോലല്ല, അഭയം തോലെ നമ്മൾ എന്തായാലും പിടിച്ചിടും അല്ലേ. നമ്മൾ ഏതായാലും ഒന്നും നോക്കാത്തവനാ, ഓനായിട്ടുള്ള കിടന്നോട്ട് അറിയും അല്ലേ. ഇതല്ല, ഇതല്ല വിശദീകരിച്ചിട്ടുണ്ട്, നിബന്ധന വെച്ചിട്ടുണ്ട്. അഭയം നൽകിയ കുടുംബാംഗങ്ങളെ, നമുക്ക് ഷെൽട്ടർ നൽകിയ നമ്മുടെ കുടുംബാംഗങ്ങളെ, നമുക്ക് സുരക്ഷിതത്വം നൽകിയ, നമുക്ക് അമ്മിഞ്ഞപ്പാൽ നൽകിയ, നമ്മളുടെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളിലും സന്തോഷവും ആനന്ദത്താൽ പുളകിതമായ നമ്മുടെ കുടുംബാംഗങ്ങൾ, അവരെയാണ് അതിലിടാൻ ആഗ്രഹിക്കുന്നത്, അകലത്തുള്ള ആളുകളല്ല. അല്ലെത്തിയിട്ട് ഉവി. പിന്നെ എന്നിട്ടെന്ത് ചെയ്യും? വമൻഫില്ലർന്ന്, ഭൂമിയിലുള്ളവരെയും, മൻഫില്ലർന്ന് ഭൂമിയിലുള്ളവർ. ഇതൊന്നും പോരെങ്കിൽ, ഈ ആൾക്കാരൊന്നും പോരെങ്കിൽ മൻഫില്ലർന്ന് ഭൂമിയിലുള്ളവർ, അതും എങ്ങനെ? ജമിയൻ, മുഴുവൻ. അത് ഭൂമിയിലുള്ള മുഴുവൻ ആളുകളിൽ, മക്കളാക്കണ്ട, ഭാര്യനാക്കണ്ട, കുടുംബാംഗങ്ങളാക്കണ്ട, ഒന്നും വേണ്ട. മൻഫില്ലാന്ന് ജമിയൻ, മുഴുവൻ കുടുംബാംഗങ്ങളെയും എന്തിനു കൊടുക്കുക? മോചനമൂല്യം കൊടുത്ത് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്നിട്ട് സുമ്മയുഞ്ചീഹി, പിന്നെ രക്ഷപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അഞ്ചാ രക്ഷപ്പെട്ടു. ഭൂമിയിലുള്ള എല്ലാവരെയും കൊടുത്തിട്ട് സുമ്മയുഞ്ചീഹി, പിന്നെ അവൻ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും. അങ്ങനെ കൊടുത്തിട്ടെങ്കിലും രക്ഷപ്പെട്ടിരുന്നെങ്കിലെന്ന് മനുഷ്യൻ ആഗ്രഹിക്കും. അപ്പൊ നമുക്ക് പരിപതി ഇതൊന്ന് ആദ്യം മുതൽ ഒന്നും കൂടി കേൾക്കാൻ പോകുക. നമ്മളൊരു പഠിതാവ് നടത്തിക്കോട്ടെ അല്ലെ? ഒരു പഠിതാവിനെ വിളിക്കാം. ബേജാറാവണ്ട, പഠിതാവ് ബുദ്ധിമുട്ടണ്ട. ഞാൻ പഠിതാവിനെ ഇവിടെ നിന്നിട്ട് വിളിക്കുകയായിരുന്നു. ഞാൻ അർത്ഥം പറയാൻ കിട്ടൂല്ലോ വിചാരിച്ചിട്ട് ഇടങ്ങറാവണ്ട. ഞാൻ ഒരാളെ വിളിക്കുക, ഇടങ്ങറായിട്ടില്ല. ഇതുവരെ എടുത്ത ഭാഗം, ഇന്നലെ എടുത്ത ഭാഗം, കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഭാഗം ഒന്നുകൂടി ആരംഭിച്ചുകൊണ്ട് ഈ ക്ലാസ് ആരംഭിക്കുന്നു. ഡോക്ടർ ആക്കിൽ ഇപ്പോ മെഡിക്കൽ കോളേജ് ഏത് സെക്ഷനിലാണ്? മെഡിസിൻ.
അത് കഴിഞ്ഞിപ്പം അവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാം അല്ലേ? പിന്നെ തുടങ്ങിപ്പോയി ഇതൊക്കെ തന്നെ പരിചയപ്പെടുന്നറിയോ? ഇത് പരിചയപ്പെടുന്നത് ഇദ്ദേഹത്തിനെ പോയി കണ്ടാൽ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ഒരു വിഷമുണ്ടെങ്കിൽ സഹായ ഹസ്തവുമായി എത്താൻ കൂടെ ഉണ്ടാകും. എനിക്കറിയാം, കുട്ടിക്കാലം 9ാമത്തെ വയസ്സിൽ ഡോക്ടറെ ഞാൻ പഠിപ്പിക്കുന്നത്. 10ാം ക്ലാസ് അല്ലേ? അതുകൊണ്ട് ഈ താടി രോമങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട്. തീവ്രവാദിയുടെ താടിയല്ല കേട്ടോ, അതാ പറഞ്ഞത് താടി രോമങ്ങൾക്ക് വ്യത്യാസം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سأل سائل بعذاب واقع ചോദ്യകർത്താവ് ചോദിച്ചു ബിഅദാബിൻ വാഖിഅ സംഭവിക്കുന്നതായ ശിക്ഷയെക്കുറിച്ച്. ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഅ അവിശ്വാസികൾക്ക് അതിൽ നിന്ന് ആ ശിക്ഷയിൽ നിന്ന് ദാഫിഉൻ ലൈസ ലഹു ദാഫിഉൻ ശിക്ഷ തടയുന്നതായി ഒന്നുമില്ല. മിനല്ലാഹി അതായത് അള്ളാഹുവിൽ നിന്ന് തടയുന്നതായി അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് തടയുന്നതായി ഒന്നുമില്ല. മിനല്ലാഹി ദിൽ മആരിജ് അള്ളാഹു മിനല്ലാഹി അള്ളാഹുവിൽ നിന്ന് ദിൽ മആരിജ് അത്യുന്നതനായ അള്ളാഹുവിൽ നിന്ന് തടയുന്നതായി ഒന്നുമില്ല. തഅറുജുൽ മലായികത്തു അന്നേ ദിവസം മലക്കുകൾ കയറുന്നു അല്ലെങ്കിൽ ഉയരുന്നു. വറൂഹു ജിബ്രീലും ഇലൈഹി അള്ളാഹുവിലേക്ക് ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന ഫീ യൗമിൻ അന്നേ ദിവസം അതിന്റെ കണക്ക് കാന മിഖ്ദാറുഹു അതിന്റെ കണക്കാകുന്നു കണക്ക് 50,000 സന 50,000 വർഷത്തിന്റെ ദൈർഘ്യം. ഫസ്ബിർ സ്വബ്രൻ ജമീല അതിനാൽ നബിയെ താങ്കൾ മനോഹരമായ ക്ഷമ കൈക്കൊള്ളുക. ഇന്നഹും യറൗനഹു ബഈദ തീർച്ചയായും അവർ അതിനെ വിദൂരമായി കാണുന്നു. വനറാഹു ഖരീബ നാം അതിനെ അടുത്തുള്ളതായി കാണുന്നു. യൗമ തകൂനു സമാഉ കൽ മുഹൽ അന്നേ ദിവസം ആകാശം എണ്ണക്കീടം പോലെ ആയിത്തീരും. വതകൂനുൽ ജിബാലു കൽ ഇഹൻ പർവ്വതങ്ങൾ കടഞ്ഞെടുത്ത രോമം പോലെയും ആയിത്തീരും. വലാ യസ്അലു ഹമീമുൻ ഹമീമ ഒരു പ്രിയപ്പെട്ടവരും തന്റെ പ്രിയപ്പെട്ടവനെ കുറിച്ച് ചോദിക്കുകയുമില്ല. യുബസ്സറൂനഹും അവർക്ക് കാണിച്ചു കൊടുക്കപ്പെടുകയും ചെയ്യും. യവദ്ദുൽ മുജ്രിമുൽ ലൗ യബ്തദി മിൻ അദാബി യൗമയിദിൻ ബിബനീഹ് യവദ്ദുൽ മുജ്രിമു കുറ്റവാളി ആഗ്രഹിക്കും. ലൗ യബ്തദി മിൻ അദാബി യൗമയിദിൻ അന്നേ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് മോചന ദ്രവ്യം കൊടുത്ത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കും. ബിബനീഹ് തന്റെ മക്കളെ. വസ്വാഹിബതിഹി വഅഖീഹ് തന്റെ സഹധർമ്മിണിയെയും സഹോദരങ്ങളെയും. വഫസീലതിഹി അല്ലതി തുഅവീഹ് തനിക്ക് അഭയം നൽകിയ കുടുംബാംഗങ്ങളെ മോചനദ്രവ്യം കൊടുത്ത് രക്ഷപ്പെടാനും ആഗ്രഹിക്കും. വമൻ ഫിൽ അർളി അതുകൂടാതെ വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി അതുകൂടാതെ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും കൊടുത്ത് മോചനദ്രവ്യമായി കൊടുത്ത് സുമ്മ യുൻജി രക്ഷപ്പെടുവാൻ അവൻ ആഗ്രഹിക്കും.